നമ്മൾ സ്പെയിനിലൂടെയുള്ള ആദ്യത്തെ ദിനം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ബസ്സിൽ കയറി ഞങ്ങൾ ഇവിടുത്തെ സ്പെയിനിലെ ഒരു ബീച്ചിലേക്ക് യാത്രയാവുകയാണ്. പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. എല്ലാവരും വന്നൊന്ന് ഫ്രഷായി കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ബീച്ചിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള പല ഫാക്ടറീസും മറ്റുമൊക്കെയാണ് ഓരോ സ്ഥലത്തെയും കാഴ്ചകൾ. ഇത് പോർട്ട് ഏരിയ ആണ്. അവിടെ ക്രൂസ് ഷിപ്പെല്ലാം വന്ന് കിടക്കുന്നത് കാണാമല്ലോ. അങ്ങനെ നമ്മൾ ബീച്ച് ഏരിയയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. വളരെ മനോഹരമായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബീച്ച് തന്നെയാണത്. നമ്മുടെ ഗൈഡ് മുന്നിലുണ്ട്. കൂടെ വന്ന എല്ലാവരും ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി ഇവിടെയാണ് കുറച്ച് നേരം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. പല വിദേശീയരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ബീച്ച് പോലെയല്ല ഇവിടെ ആളുകൾ ബീച്ചിൽ വരുന്നത് ശരിക്കും വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെയിൽ കൊള്ളണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പല സ്ഥലത്തുനിന്നും ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ പോയതൊരു ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞല്ലോ. അപ്പോഴെല്ലാം പല യൂറോപ്യൻ രാജ്യങ്ങളിലും ശൈത്യം കൂടിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു വെയിലിൻ്റെ സുഖത്തിൽ എല്ലാവരും വളരെ കുറച്ച് വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് അവരവിടെ ഇങ്ങനെ ഈ മണ്ണിൽ കിടക്കുകയാണ്. പലരും അവരവരുടെ വീട്ടിൽ നിന്നും പല സാധനങ്ങളും, അതായത് കാർപ്പറ്റ് പോലുള്ള സാധനങ്ങളും മറ്റുമെല്ലാം കൊണ്ട് അവിടെ മണ്ണിൽ വിരിച്ച് അവിടെ കിടക്കുന്നു. ചിലർ അംബ്രല്ല കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വലിയൊരു അംബ്രല്ല അവിടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ചോട്ടിൽ വലിയ വെയിൽ കൊള്ളാത്ത രീതിയിൽ കുറച്ച് നേരം കിടക്കാം. ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന ചിലർ അവിടുത്തെ ചെറിയ റെസ്റ്റോറൻറ്റ്സും മറ്റും എല്ലാം ഉണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെ ഉള്ള കാഴ്ചകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഉല്ലസിക്കാനായി ആളുകൾ എത്തുന്ന ഒരു സ്ഥലം. ചെറിയ ചെറിയ യാട്ടും മറ്റുമെല്ലാം കാണാം. ഉല്ലാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ബീച്ചെന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ ബീച്ചുകൾ പോലെ ഇവിടെ താരതമ്യം ചെയ്യരുത്. ഇവിടെ ഭക്ഷണശാലകളും മറ്റുമെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. എത്രയോ ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ടെങ്കിലും എവിടെയും ഒരു വൃത്തികേടോ മറ്റോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ്ങും മറ്റും എല്ലാം ചെയ്യുന്നു. ഇവിടെ ഒരു ഭാഗത്ത് പലരും എക്സസൈസ് ചെയ്യുന്നൊരു ഏരിയ ആണ്. ആൾക്കാർക്ക് വന്ന് ഫ്രീ ആയി എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. ആളുകൾ പലരും ഇവിടെ നിന്ന് എക്സസൈസ് എല്ലാം ചെയ്യുന്നു. ചിലർ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കുമ്പോഴുള്ള ഒരു കാഴ്ച, ഒരു ചെറിയ കുട്ടിയെ രണ്ടുപേരിങ്ങനെ നടത്തിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാനും ഈ മുമ്പിൽ പോകുന്ന നമ്മുടെ കൂടെയുള്ള വേറൊരു സഹയാത്രികനാണ്. പുള്ളിയും ഞാനും കൂടി ഇവിടുത്തെ കാഴ്ചകളെല്ലാം വീഡിയോ എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു നടത്തം നടക്കുകയാണ്. എല്ലായിടത്തും സുവനീർ ഷോപ്പുകളും അല്ലെങ്കിൽ കാര്യമായിട്ട് റെസ്റ്റോറൻറ്റ്സും ഇതൊക്കെയാണ് ഉള്ളൊരു കാഴ്ച. ആളുകൾ എല്ലായിടത്തും ചെന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ആഘോഷിക്കുന്നു, അതെല്ലാമാണ് കാഴ്ച. ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട്. ഇതൊരു ഗോൾഡൻ ഫിഷിൻ്റെ രൂപത്തിലുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ കയറി തിരിച്ചു പോവുകയാണ്. വളരെ നല്ല ആർക്കിടെക്ചർ രീതിയിലെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന പല ബിൽഡിങ്ങുകളും മറ്റുമെല്ലാമാണ് ഇവിടുത്തെ മറ്റൊരു കൗതുകമായ കാഴ്ച. എത്ര കാലങ്ങൾക്ക് മുന്നെയാണ് ഇത് പണിതിരിക്കുന്നത്, അതിൻ്റെ ചാരുത ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഇങ്ങനെ രൂപം കാണാം. ഇത് ക്രിസ്റ്റഫർ കൊളംബസിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതിമയാണ്. വളരെ വലിയൊരു പ്രതിമയാണത്. ഈ കാണുന്നത് ഇവിടുത്തെ കസ്റ്റംസ് ഓഫീസാണ്. അതിനും നല്ലൊരു ആർക്കിടെക്ചർ രീതിയിൽ തന്നെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പൊതുവെ യൂറോപ്യനിലെ എല്ലാ ബിൽഡിങ്സിനും ഇങ്ങനത്തെ ഒരു നല്ലൊരു കൗതുകമായൊരു കാഴ്ചകൾ, അതായത് കൗതുകമായ രീതിയിലായിരിക്കും അവർ ആ ബിൽഡിംഗ് പണിതിട്ടുണ്ടാവുക. ദൂരെ നമുക്ക് നേരത്തെ കണ്ടത് കേബിൾ കാറാണ്. നമ്മൾ സിറ്റീൻ്റെ ഉള്ളിലൂടെ വേണമെങ്കിൽ കേബിൾ കാറിന് സഞ്ചരിക്കുകയും ചെയ്യാം.
ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ഫാക്ടറീസും മത്സ്യത്തിൻ്റെ മറ്റുമെല്ലാം കയറ്റുമതി ഇറക്കുമതി എല്ലാം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പല വെറൈറ്റി രൂപത്തിലുള്ള ബിൽഡിങ്ങുകളും മറ്റുമെല്ലാം കാണാം. അതിൻ്റെ നടുവിൽ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ചെറിയൊരു റൗണ്ട് അബൌട്ടാണിത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്.